ഒരു കുടിശ്ശിക ഒരു പെൻഷൻ. അങ്ങനെയാണ്, രണ്ടെണ്ണം കൊടുക്കുന്നുണ്ടോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് നാളെ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കാനിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആദ്യമായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഇപ്പോൾ അവർക്ക് പറയാനാകുന്നില്ല. ഇന്ന് ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഒരു മാസത്തേതല്ല, ഒരു കുടിശ്ശികയും ചേർത്ത് 2 മാസത്തെ പെൻഷനാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കുക. 1600-ന്റെ 2 ഗഡുക്കൾ 3200 രൂപയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്നത്. അപ്പൊ ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഫോൺ കോൾ നിങ്ങളൊന്ന് കേൾക്കുക. പെൻഷൻ കൊടുത്തു തുടങ്ങിയോ? അടുത്ത ആഴ്ചയിലേ കൊടുക്കത്തുള്ളൂ. എന്നോട്ടാണ് ഡേറ്റ് പറഞ്ഞില്ല, അടുത്ത ആഴ്ചയിൽ പെൻഷൻ ഉണ്ട്. അത് എങ്ങനെയാണ്? ഒരെണ്ണേ ഉള്ളൂ അല്ലെങ്കിൽ കുടിശ്ശിക തീർക്കുന്നുണ്ടോ മേഡം? കുടിശ്ശിക തീർത്തല്ല, കുടിശ്ശികയും പെൻഷനും കൂടി തന്നെയാണ്. കുടിശ്ശികയും പെൻഷനും അപ്പൊ രണ്ടെണ്ണാണോ അല്ലെങ്കിൽ ഒരെണ്ണാണോ? ഒരു കുടിശ്ശിക ഒരു പെൻഷൻ. അങ്ങനെയാണ്, രണ്ടെണ്ണം കൊടുക്കുന്നുണ്ടോ? അപ്പോ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. അത് 1600 തന്നെയാണ് ലഭിക്കുന്നത്. അത് 2 മാസത്തേത് കൂട്ടി 3200 രൂപയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് തിങ്കളാഴ്ച മുതൽ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സംസ്ഥാന നിർമ്മാണ ഭവനിൽ നിന്നും ജില്ലാ തലങ്ങളിലേക്ക് അയച്ച് അവിടെ നിന്നാണ് ഓരോ ജില്ലയിലും വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ താമസം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്താൻ എടുത്തേക്കാം. തിങ്കളാഴ്ച മുതൽ തന്നെ വിതരണ നടപടികൾ ആരംഭിക്കുന്നതാണ്. 1 അല്ല 2 മാസത്തെ പെൻഷനാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഈ മാസം ലഭിക്കുന്നത്. അപ്പൊ കുടിശ്ശികയും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പുണ്ട്. മറ്റൊന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ്. 2000 രൂപയുടെ വിതരണം. അത് ധനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുകയും ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു. 1050 കോടി രൂപയാണ് 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് 2000 രൂപ വീതം വിതരണം ചെയ്യുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. 26.46 ലക്ഷം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 25-ാം തീയതി ബുധനാഴ്ച മുതലാണ് തുക വിതരണം നടത്തുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിൽ പെൻഷൻ എത്തിച്ചു നൽകും. പക്ഷേ 2 ദിവസത്തെ താമസം ഉണ്ടാകും. ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുകയും അതുപോലെ തന്നെ ലിസ്റ്റും എത്തേണ്ടതുണ്ട്. അത് കട്ട് ചെയ്ത് വീടുകളിൽ എത്തി വിതരണം ചെയ്യേണ്ട ഒരു താമസം വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുണ്ടാകും. അപ്പോൾ ബാക്കിയുള്ള ബാങ്കിലെത്തുന്ന ആളുകൾക്ക് ബുധനാഴ്ച തന്നെ തുക എത്തിച്ചേരുന്നതാണ്. ബുധനാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. 2000 രൂപയാണ് ഫെബ്രുവരി മാസത്തെ പെൻഷൻ, ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നത്. ഇവർക്ക് ഈ മാസം ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ഉള്ളത്. അതായത് ഇപ്പോൾ കുടിശ്ശികയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ഉള്ളത്. 2 മാസത്തെ എന്ന് പറയുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കാണ്. അവർക്ക് 2 മാസത്തെ പെൻഷനാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്നത്. അവർക്ക് 17 മാസത്തേതാണ് കുടിശ്ശികയുള്ളത്. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തിലാണ് ആദ്യ വിതരണം നടന്നത്. ഇനി മാർച്ച് മാസത്തിൽ ഉണ്ടാകും. മാർച്ച് 10-ന് ശേഷം സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടാകും. അതായത് ഇപ്പോൾ ഉള്ള ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്തത് 10 ലക്ഷത്തിലധികം ആളുകൾക്കാണ് എങ്കിൽ അടുത്ത വിതരണത്തിൽ 15 ലക്ഷത്തിലധികം ആളുകൾക്ക് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അപ്പോൾ അപേക്ഷകൾ നൽകിയിട്ടുള്ള ഭൂരിഭാഗം കൂടുതൽ ആളുകൾക്ക് അടുത്ത ഗഡു മാർച്ചിലെ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പ്. മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.